സി സിയും കമ്പയർഡ്ലി ഒരു 40 സി സിയോളം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിക്കകത്തും ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം എന്താണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു 40 സി സി ആണല്ലോ കുറഞ്ഞേക്കുന്നത്. അപ്പോൾ 40 സി സി കുറഞ്ഞതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതെ നമ്മുടെ പുതിയ സ്ക്രാംബ്ലർ എക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 400X എന്നാണ് സത്യത്തിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇനിയിപ്പം ആ ഒരു പുതിയ GST നിയമം വന്നതുകൊണ്ട് വണ്ടിയുടെ ആ ഒരു സി സിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ മൊത്തത്തിലുള്ള കാലിബ്രേഷനിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയുമ്പോൾ റൈഡ് ഫീലിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ് എഞ്ചിനിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഇതിൻ്റെ സി സി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, സ്ട്രോക്കും കുറഞ്ഞിട്ടുണ്ട്. 63-56 mm സ്ട്രോക്ക് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഇനിയിപ്പോൾ റവ് ഹാപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനായിരിക്കും. പക്ഷേ പവർ 40 bhp നിന്ന് 36 bhp ആയിട്ടുണ്ട്, 37 bhp ആയിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഒരു 2.5 bhp കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറഞ്ഞത് കൊണ്ട് ഈ വണ്ടി മോശമാകുമോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ടാണ്. എന്താണ് ചേഞ്ചസ് വന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പേരിൽ വ്യത്യാസങ്ങളൊന്നും എന്തായാലും ഇനി വരാനായിട്ട് പോകുന്നില്ല. കാര്യം പേര് വെച്ചിട്ടല്ലല്ലോ വണ്ടിയുടെ സി സി മെയിനായിട്ടും ആൾക്കാർ അളക്കുന്നത്. സ്പെക്ക് കറക്റ്റായിട്ട് എടുത്ത് നോക്കിയാൽ കറക്റ്റ് ചിലപ്പം സി സി കൂടുതലായിരിക്കും, ചിലപ്പം സി സി നല്ല രീതിയിൽ കുറവായിരിക്കും. ഉദാഹരണത്തിന് CB 200X 200 cc ആണ് ഹോണ്ട പറയുന്നത്, പക്ഷേ അതിൻ്റെ സ്പെക്കിൽ 180 cc മാത്രമാണുള്ളത്. അതുപോലെ ഇനിയിപ്പം ഉദാഹരണത്തിന് നമ്മുടെ 390 പഴയ വേരിയൻറ്റ് 373C അല്ലായിരുന്നു. അതുപോലെ ഇനിയിപ്പോൾ സ്ക്രാംബ്ലർ 400 എന്നുള്ള പേര് തുടരും. പക്ഷേ ഇനി തൊട്ടങ്ങോട്ട് ആ ഒരു GST എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യയുടെ പുതിയ നിയമം, GST എന്ന് പറയുന്ന നിയമമല്ല, 350 cc മുകളിലോട്ടുള്ള എല്ലാ വണ്ടികൾക്കും 40% ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പ്രൈസ്. അതുകൊണ്ട് ഇനിയും അത് തുടരാൻ പറ്റാത്തത് കൊണ്ട് ട്രയംഫും ബജാജും KTM ഒക്കെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അവരുടെ 350 മുകളിലോട്ടുള്ള എല്ലാ വണ്ടികളും 350 അണ്ടറിലേക്ക് കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് ഇത് ട്രയംഫ് നമുക്ക് അതിൻ്റെ 350 cc അണ്ടറിലാക്കി ടെസ്റ്റ് ചെയ്ത് ഒരു വണ്ടി നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് ഇപ്പോൾ ചെന്നൈയിലായിരുന്നു ഇതിൻ്റെ ലോഞ്ച്. നമ്മളിതിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ റൈഡ് റിവ്യൂവിൽ ഞാൻ പറയാം. ബേസിക്കലി ഈ വണ്ടിയിൽ എന്താണ് മാറ്റം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു സ്പീഡ് 400 അല്ലെങ്കിൽ സ്ക്രാംബ്ലർ 400 X ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ 350 ആയിട്ടുണ്ട് എന്ന് കരുതി വാങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ റൈഡ് റിവ്യൂവിൽ ഞാൻ പറയാം. ബേസിക്കലി ഇപ്പോൾ ഈ എൻജിൻ എന്താണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിലവിൽ ആ ഒരു ട്രൈ സീരീസിൽ വരുന്ന എൻജിൻ തന്നെയാണ്. ഇതിനകത്ത് വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രോക്ക് ഒന്ന് കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഷോർട്ട് സ്ട്രോക്ക് ആയിരിക്കുകയാണ്, കുറച്ചും കൂടെ റവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്ട്രോക്ക് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി സിയും കമ്പയർഡ്ലി ഒരു 40 cc കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു GSTയിലുള്ള നിയമം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇനി തൊട്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിലും കൊടുത്തേക്കാം. നല്ല രീതിയിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുണ്ട് വണ്ടി. പക്ഷേ പവറിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 40 bhp പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു എൻജിൻ ഇപ്പം ഒരു 37 bhp എന്നുള്ള ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു 2.5 bhp വ്യത്യാസം എടുത്ത് അറിയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ റിയൽ വേൾഡിൽ വലിയൊരു വ്യത്യാസങ്ങളായിട്ടൊന്നും തീർച്ചയായിട്ടും ഫീൽ ചെയ്യത്തില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ എൻജിനീയർമാരൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ ആ ഒരു ക്യാം പ്രൊഫൈൽ, വാൽവ് ലിഫ്റ്റിങ്ങിൽ, അതുപോലെ തന്നെ ആ ഒരു കണക്റ്റിംഗ് റോഡിങ്ങിൽ, ഫീലിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻജിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസിൽ ആ ഒരു പഴയ ക്യാരക്ടറുമായിട്ട് ഒരു വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഇല്ല. തീർച്ചയായിട്ടും പവർ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും റിയൽ വേൾഡിൽ നമുക്ക് എടുത്തറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ എൻജിനെ ഫൈൻ ട്യൂൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ പറയാം. പിന്നെ മാറ്റങ്ങൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ആ ഒരു പഴയ ആ ഒരു വണ്ടി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സെയിം ലുക്കും സ്പെക്കും ഫീച്ചേഴ്സും ഒക്കെ തന്നെ ആയിരിക്കും. വില കുറച്ചൊന്ന് കുറയും, CC വ്യത്യാസം വന്നു. സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം എന്താണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്നുള്ള കാര്യമൊക്കെ. ചിലരൊക്കെ വിചാരിക്കും CC കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ടിൽ വ്യത്യാസം വരുമെന്ന്.
ഡിഫറൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. റിഫൈൻമെൻറ്റ് കുറച്ചൊന്ന് കൂടിയതായിട്ടുള്ളൊരു ഫീലുണ്ട് ആ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന്. കുറച്ചൊന്ന് ഒരു സ്മൂത്തർ ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രയംഫിൻ്റെ ആ ഒരു പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വണ്ടി നിലവിൽ ഇപ്പോഴും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ വണ്ടിയുടെ ആ ഒരു എൻജിൻ ഭാഗങ്ങളിലാണെങ്കിലും ടാങ്കിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയിലാണെങ്കിലും മൊത്തത്തിൽ ഒരു ട്രയംഫ് ഒരു R&D അല്ലെങ്കിൽ ട്രയംഫിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബ്രയുടെ ബ്രേക്ക് കാലിബർ, ഡുവൽ പർപ്പസ് ടയർ, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെക്കൽ ഗാർഡ്, അങ്ങനെയുള്ള നേരത്തെ എന്താണോ വണ്ടി എങ്ങനെയായിരുന്നു ഇരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നിലവിൽ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. പ്രൈസും ഇത് മാത്രമാണ് വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ നമ്മൾ ഉടൻ തന്നെ ഇപ്പം നിലവിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി വാങ്ങാനിരിക്കുന്നവർ ഇതിൻ്റെ റൈഡ് റിവ്യൂക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ 10-ാം തീയതി ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു 40 cc ആണല്ലോ കുറഞ്ഞേക്കുന്നത്. അപ്പോൾ 40 cc കുറഞ്ഞതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും പറയാം. സോ ഈ ഒരു 350 cc ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത് ട്രയംഫിൻ്റെ പുതിയൊരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രയംഫ് ട്രാക്കർ 400 എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പോൾ നിലവിൽ ഈ ഒരു എൻജിൻ വെച്ചിട്ടുള്ള ഇവരുടെ 4-ോ 5-ാമത്തെ വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രക്സിന് കണ്ടിട്ടുണ്ട്, സ്ക്രാമ്പിളർ കണ്ടിട്ടുണ്ട്, സ്ക്രാമ്പിളർ XC കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് 400 T4, അങ്ങനെ ലേറ്റസ്റ്റിൽ ഒടുവിൽ വന്ന് ഇനി ഒരുപാട് മോഡൽ ഈ ഒരു എൻജിൻ വെച്ച് വരാനായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു വണ്ടിയുടെ എൻജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിക്കകത്തും CCയിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വണ്ടിയുടെ ആ ഒരു കേസ് വരുന്ന സമയത്ത് ഞാൻ പറയാം. ഒരു 349 cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ്. അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ആ ഒരു ഫേക്ക് ഫിൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു വണ്ടിയുടെ ട്രയംഫിൻ്റെ ആ ഒരു ലെഗസി അല്ലെങ്കിൽ ട്രയംഫിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ഹെറിറ്റേജ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫിൻസാണ് ഈ എൻജിനിൽ എല്ലാ വണ്ടിയിലും അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു റാലി സെറ്റപ്പിലുള്ള ഒരു നമ്പരും കാര്യങ്ങളൊക്കെ കാണാം. 400 എന്നുള്ള നമ്മൾ സ്ക്രാമ്പിളറിൽ കണ്ട അതേ ഒരു ഡുവൽ ബാരൽ എക്സോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡുവൽ പർപ്പസിലുള്ള സ്ക്രാമ്പിളർ ടൈപ്പിലുള്ള ഒരു ടയർ കാണാൻ സാധിക്കും. ബാക്കിൽ കവളുള്ള ഒരു സീറ്റ് കവർ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ്ങും. 120 വർഷത്തെ പാഷൻ, പെർഫോമൻസ്, ഇന്നോവേഷൻ ആൻഡ് എക്സലൻസ് ഉള്ള ഒരു ബ്രാൻഡാണ്. വളരെ വലിയൊരു ലെഗസിയാണ് ട്രയംഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു ലെഗസി ഉള്ളൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലാറ്റായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ, സ്പീഡ് 400 കണ്ട സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ടൊരു ഫ്ലാറ്റായിട്ടുള്ളൊരു റോഡ്സ്റ്റർ ലുക്ക് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എനിക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. സെയിം ആസ് ആ ഒരു ഫ്രെയിമും എൻജിനും ഏകദേശം ലുക്കൊക്കെ നമ്മുടെ സ്പീഡ് 400 പോലെ തന്നെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സ്ക്രാമ്പിളറൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്യും. ആ ഒരു ബ്രേക്കിങ് കാറിലൊക്കെ നേരത്തെ പോലെ തന്നെ സെയിം, USD4 എല്ലാം പഴയതുപോലെ തന്നെ സെയിമാണ്. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് കാണിച്ചതേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം ആ ഒരു നിലവിൽ കൺവെർഷൻ വന്ന വണ്ടികളാണ് 350. പക്ഷേ 400 എന്നുള്ള പേരിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മോഡൽസിനും BHPയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. T4ന് 31 എന്നുള്ളത് 29 BHP ആയി എന്നുള്ളത് മറക്കണ്ട. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഈ T4 വേരിയൻറ്റിലുള്ള ഈ ഒരു മോഡൽ.